ചെയ്യുന്ന ചെറിയ ജോലികൾ. നമുക്ക് ഇഷ്ടംപോലെ ജോലികളൊക്കെ ചെയ്യണ്ടേ? 7 യാമപ്രാർത്ഥനകളുണ്ട്. വേണോ വേണ്ടേ? പഠിക്കേണ്ട സമയത്ത് കൃത്യമായും ഇങ്ങനെ കിട്ടുന്ന ഗുണപാഠങ്ങളെല്ലാം ആ 7 യാമപ്രാർത്ഥനകള് സത്യവെളിച്ചം നമ്മെ പ്രകാശിപ്പിക്കട്ടെ. ട്രൂ ലൈറ്റിൻ്റെ 10ാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രൂ ലൈറ്റിൻ്റെ കുട്ടി പോഡ്കാസ്റ്റ് പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ദൈവം നൽകുന്ന അനുഗ്രഹമാണ്, സഭയ്ക്ക് ലഭിക്കുന്ന വരദാനമാണ്. നാളെയുടെ പ്രസന്ന മുഖങ്ങളാണവർ. മധ്യവേനൽ അവധിയിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. കളികളും പഠനവും OVBSഉം ഒക്കെയായി വളരെ വളരെ സന്തോഷകരമായി ചിലവഴിക്കുന്ന ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിലൂടെ കടക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രതിനിധികളായി 2 പേരിവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ചോദ്യങ്ങളാണ് ഇന്ന് തിരുമേനി അപ്പച്ചനോട് ചോദിക്കുന്നത്. അവരുടെ ചോദ്യങ്ങൾക്ക് നൽകുന്ന മറുപടികൾ നമുക്ക് കേൾക്കുകയും ചെയ്യാം. ഏറെ സന്തോഷത്തോടെ ഈ പ്രിയപ്പെട്ട അഹനയെയും സ്റ്റീഫനെയും സ്വാഗതം ചെയ്യുന്നു. അവരുടെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ തിരുമേനിയപ്പച്ചനോട് ചോദിച്ച് മനസ്സിലാക്കാൻ കുറേ സംശയങ്ങളുണ്ട്. അതിനെന്താ അഹാനെ, നമുക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുമേനിയപ്പച്ചൻ അത് പറഞ്ഞ് മനസ്സിലാക്കി തരത്തില്ലേ? നമുക്ക് തിരുമേനിയപ്പച്ചനോട് ചോദിക്കാം. എന്താ മക്കളെ? കുട്ടികളെന്ന നിലയിൽ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന ചെറിയ ജോലികൾ. പഠനം, വീട് വൃത്തിയാക്കി ഭംഗിയായി ചെയ്യുന്നത് ഒരുതരം പ്രാർത്ഥനയാണോ തിരുമേനിയപ്പച്ച? ദൈവം അതിനെ എങ്ങനെയാണ് കാണുന്നത്? അഹാന മോള് കൊള്ളാമല്ലോ, നല്ല ചോദ്യമാണല്ലോ ചോദിച്ചത്. മോള് രാവിലെ പ്രാർത്ഥിക്കുവോ? രാവിലെ എഴുന്നേക്കുമ്പോ പ്രാർത്ഥിക്കോ? വൈകിട്ടോ? വൈകിട്ട് പ്രാർത്ഥിക്കും അല്ലേ? അപ്പൊ മോള് രാവിലെ വൈകിട്ടും കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്, മിടിക്കുക. അപ്പൊ എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും പപ്പായോടും മമ്മിയോടും ഒക്കെ പറഞ്ഞ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം ഇല്ലേ? എല്ലാ സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമുക്ക് ഇഷ്ടംപോലെ ജോലികളൊക്കെ ചെയ്യണ്ടേ ഇല്ലേ? അപ്പം നമുക്ക് കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ചില സമയങ്ങൾ തന്നിട്ടുണ്ട് ഇല്ലേ? 7 യാമപ്രാർത്ഥനകളുണ്ട്. ഉണ്ടോ ഇല്ലയോ? നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചപ്പോൾ കേട്ട് കാണുമല്ലോ. 7 യാമപ്രാർത്ഥനകളുണ്ട്. ആ 7 യാമപ്രാർത്ഥനകള് നമ്മൾ രാവിലെയും വൈകിട്ടുമായിട്ട് വീട്ടിലാണെങ്കിൽ കൃത്യമായി പ്രാർത്ഥിക്കും ഇല്ലേ? എന്നാൽ ബാക്കി സമയങ്ങള് ദൈവം തമ്പുരാൻ തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന സമയങ്ങളാണ്. ആ സമയങ്ങളെല്ലാം വളരെ കൃത്യമായി ഭംഗിയായി ഉപയോഗിക്കണം. വേണോ വേണ്ടേ? മോൾക്ക് സ്കൂളിൽ പോകണം, ചില സമയത്ത് കളിക്കണം, ചില സമയത്ത് പപ്പായും മമ്മി പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. മമ്മി അടുക്കളയിൽ ജോലി ചെയ്യുമ്പം മോൾക്ക് തോന്നുകയാണ് മമ്മിയോടൊപ്പം കുറച്ചു നേരം അടുക്കളയിൽ ജോലി ചെയ്യണം. ഇങ്ങനെയൊക്കെ തോന്നത്തില്ലേ? ഇങ്ങനെയൊക്കെ തോന്നുമ്പോഴെല്ലാം നമ്മൾ കൃത്യമായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യണം. പഠിക്കേണ്ട സമയത്ത് കൃത്യമായും പഠിക്കണം. സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിലെ ടീച്ചേഴ്സ് പറയുമ്പോൾ ക്ലാസ്സിൽ ഭംഗിയായി അറ്റൻഡ് ചെയ്യണം. വേണോ വേണ്ടേ? വേണം. പക്ഷെ നമ്മുടെ പിതാക്കന്മാർ പറയുന്നത് ഇതെല്ലാം ഒരു പ്രാർത്ഥനയുടെ ശൈലി തന്നെയാണ്. ഒരു പ്രാർത്ഥനയുടെ ശൈലി തന്നെയാണെന്നാണ് നമ്മുടെ പിതാക്കന്മാർ പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് കുറച്ച് സമയങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അതേ സമയം തന്നെ നല്ല കാര്യങ്ങൾ, നമ്മുടെ പഠനം, നമ്മുടെ ജോലികൾ, മറ്റു വീട്ടിലെ കാര്യത്തിന് വേണ്ടി, നമ്മുടെ കാര്യത്തിന് വേണ്ടി, സമൂഹത്തിന്റെ കാര്യത്തിന് വേണ്ടി, പള്ളിയിലെ കാര്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ഇഷ്ടംപോലെ സമയങ്ങളില്ലയോ? ആ സമയങ്ങളെല്ലാം ദൈവം തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സമയങ്ങളാണെന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അത് ഒരു പ്രാർത്ഥനയായി മാറുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ തിയോളജി ഒക്കെ പഠിക്കുമ്പം ഇങ്ങനെ പറയാറുണ്ട്, ഓറ എത് ലബോറ. ഇതിന് 2 വാക്കുകളുണ്ട്. ഓറ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നാണ്,
ലവോറ എന്ന് പറഞ്ഞാൽ അത് ലാറ്റിൻ ഫോമാണ്, അത് വർക്ക് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് രണ്ടും ചെയ്യണം, ചെയ്യാതിരിക്കാൻ നോക്കുമോ? നമ്മളിത് രണ്ടും ചെയ്തേ നോക്കുകയുള്ളൂ. നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, യാമപ്രാർത്ഥനകൾ കൂടാതെ നിമിഷ പ്രാർത്ഥനകളുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇപ്പം നമ്മൾ പാമ്പാടി തയ്യാറായാൽ മോള് സന്ധ്യാനമസ്കാരത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ യാമപ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെയുള്ള അച്ഛന്മാരും ഇവിടെയുള്ള കുട്ടികളെല്ലാം കൂടെ അവിടെ ഇരുന്ന് കുറിയേലായിസോൻ ഒക്കെ ചൊല്ലുന്നത് കേട്ടിട്ടില്ലേ? യേശുനാമ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് ചൊല്ലുന്നത് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ജോലി ചെയ്യുമ്പോഴും നമുക്ക് മനസ്സുകൊണ്ട് കർത്താവിനെ വിളിക്കാം. വിളിച്ചൂടെ? മോളുടെ നല്ല ജോലിയാണ്, ആ ജോലി ചെയ്യുമ്പോൾ യേശുവെ കരുണ ചെയ്യണമേ എന്ന് പറയാമല്ലോ, പറഞ്ഞൂടെ? യേശുപ്പച്ച കരുണ ചെയ്യണമേ, അതൊരു പ്രാർത്ഥനയല്ലേ? എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന നമുക്ക് നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തെ സ്ഥാപിക്കുന്നതാണ്, അല്ലേ? എപ്പോഴും കർത്താവിനോട് ചോദിക്കുന്നത് മാത്രമല്ല, ഒരു നല്ല ബന്ധം സ്ഥാപിക്കുന്നതാണ്. യേശുപ്പച്ച ഞാൻ എഴുന്നേൽക്കുകയാണ്, നീ കൂടെ നിൽക്കണേ എന്ന് പറയുന്നതും ഒരു പ്രാർത്ഥനയാണ്. ആണോ അല്ലയോ? സ്ട്രക്ചേർഡായി ഘടനാപരമായ ചില പ്രാർത്ഥനകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതെല്ലാം നാം പ്രാർത്ഥിക്കണം. അതിനൊരു സമയമുണ്ട്. എന്നാൽ അല്ലാത്ത സമയത്ത് നമുക്ക് അതിൻ്റെ ജോലികളുണ്ട്. ആ ജോലികൾ കൃത്യമായി ചെയ്യണം. ചെയ്യുമ്പോഴും നല്ല മനസ്സോടെ ഹൃദയത്തോടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രാർത്ഥനയായി മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ പിതാക്കന്മാർ പറയുന്നത്. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളോട് പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ പ്രാർത്ഥനയാവുള്ളൂ. നമ്മൾ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരു ജോലിയും ചെയ്യാതിരുന്നാൽ ശരിയാവുമോ? എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ജോലിയും ചെയ്യാതിരുന്നാൽ ശരിയാവും? ഇപ്പൊ തിരുമേനി അപ്പച്ചൻ നിങ്ങൾ വിചാരിക്കുന്നത് എപ്പോഴും പ്രാർത്ഥിക്കണമെന്നല്ലേ? എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതിയോ തിരുമേനി അപ്പച്ചൻ? തിരുമേനി അപ്പച്ചൻ എന്തെല്ലാം ജോലികളുണ്ടല്ലേ? ഈ തോമസ് സക്കറി അച്ഛന് കൽപ്പന കൊടുക്കണം, തോമസ് സക്കറി ഇന്ന പള്ളി പോകാൻ പറയണം, ഇതിനെല്ലാം ജോലികളില്ലേ? തോമസ് സക്കറി അച്ഛൻ കുസൃതി കാണിക്കുവാണെങ്കിൽ വഴക്ക് പറയണം. ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ ചെയ്യണം, അല്ലേ? അതെല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളാണ്. അപ്പൊ ആ ജോലികൾ ഞാൻ ചെയ്യുമ്പോൾ അതൊരു പ്രാർത്ഥനയായി കണക്കാക്കണം. ഔട്ട് ഓഫ് ദ വേയിൽ പോകാൻ പാടില്ല. ഔട്ട് ഓഫ് ദ വേ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായോ? നമുക്ക് മാതാപിതാക്കൾ തന്നിരിക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. ഉണ്ടോ ഇല്ലയോ? നല്ല ഉപദേശങ്ങളുണ്ട്. ടീച്ചേഴ്സ്, നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് നൽകുന്ന ഉപദേശങ്ങളുണ്ട്, ഇല്ലേ? പ്രത്യേകിച്ച് സൺഡേ സ്കൂളിലെ ടീച്ചേഴ്സ് ഒരുപാട് ഗുണപാഠങ്ങൾ പറഞ്ഞു തരാറുണ്ട്. വേദപുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് നല്ല ഗുണപാഠങ്ങൾ കിട്ടാറുണ്ട്, ഇല്ലേ? നമ്മൾ പ്രാർത്ഥന ചൊല്ലുമ്പോഴും അതിനകത്ത് നല്ല പാഠങ്ങൾ കിട്ടാറുണ്ട്, ഇല്ലേ? അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ഗുണപാഠങ്ങളെല്ലാം നമ്മുടെ ജോലിയിലൂടെയും നമ്മുടെ സംസാരത്തിലൂടെയും എല്ലാം നമ്മൾ പ്രകടമാക്കുമ്പോൾ അതിനും ഒരു പ്രാർത്ഥനയുടെ നിറമായി മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ പിതാക്കന്മാർ പറയുന്നത്. നമുക്ക് മനസ്സിലായോ? ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മോള് പറയേണ്ടത് എന്താണ്? യാമപ്രാർത്ഥനകൾ കൃത്യമായി നടത്തണം. അതേസമയം തന്നെ ദൈവം തമ്പുരാൻ നമ്മുടെ മാതാപിതാക്കളിലൂടെയും നമ്മുടെ ഗുരുക്കന്മാരിലൂടെയും നമ്മുടെ സാമൂഹ്യ നിയമങ്ങളിലൂടെയൊക്കെ നമുക്ക് നൽകിയിരിക്കുന്ന ചുമതലകളൊക്കെ നന്ദിയോടെ, ദൈവത്തോടുള്ള നന്ദിയോടെ, സ്നേഹത്തോടെ ചെയ്തു തീർക്കണം. അങ്ങനെയാകുമ്പോൾ അതിനൊരു പ്രാർത്ഥനയുടെ ശൈലി ഉണ്ടാകും എന്നാണ്. യാമപ്രാർത്ഥനയോട് ചേർന്ന് നിമിഷ പ്രാർത്ഥനകളും യേശുനാമ പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലണം. അത് നമ്മൾ ജോലി ചെയ്യുമ്പോഴും ചെയ്യാമല്ലോ. മോള് ചില സമയത്തൊക്കെ ഞാനിങ്ങനെ പള്ളിക്ക് ചുറ്റും എക്സസൈസ് എന്ന് പറഞ്ഞ് നടക്കാറുണ്ട്. കാല് വേദനയ്ക്കൊക്കെ നടക്കണം എന്നൊക്കെ പറയില്ലേ വൈദ്യന്മാര്? നടക്കുമ്പോൾ ചില സമയത്ത് എൻ്റെ കൂടെ ഇവിടുത്തെ കുട്ടികൾ ആരും ഇല്ലെങ്കിൽ ഞാൻ തന്നെത്താനെ നടക്കുവാണെങ്കിൽ ചില സമയത്ത് ഈ മൊബൈൽ തുറന്നിട്ട് ആരെങ്കിലുമൊക്കെ പിതാക്കന്മാരുടെ പ്രസംഗം കേട്ടോണ്ട് പോകും. അതല്ലെങ്കിൽ കയ്യിൽ മൊബൈലൊന്നും ഇല്ലെങ്കിൽ ഞാൻ കർത്താവെ കരുണ ചെയ്യണം എന്നുള്ള പ്രാർത്ഥന നടത്തും, വെറുതെ ഇതിന് ചൊല്ലിക്കൊണ്ടു പോകും, ഇല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്യുന്നുണ്ട്, അതേസമയം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ മനസ്സ് എപ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഇടയാകും. നമുക്ക് പിടികിട്ടിയാവും. അധ്വാനം തന്നെ പ്രാർത്ഥനയാണെന്ന് പറയുന്ന ഒരു ശൈലി. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഓറ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. നമ്മുടെ ജോലികൾ, നമ്മുടെ പ്രയത്നങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം പ്രാർത്ഥന ആണ്. നന്ദിയോടും സ്നേഹത്തോടും അതിനോടുള്ള ആത്മാർത്ഥതയോടും നാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പ്രാർത്ഥനകളായി രൂപപ്പെട്ടു വരുന്നു എന്നുള്ള അർത്ഥമാണ്. ഇല്ലേ? അത് സംബന്ധിച്ച് സ്റ്റേഫാനും വന്നിരിക്കുന്നല്ലോ. സ്റ്റേഫാനും വല്ലതും ചോദിക്കാറുണ്ടോ? എന്താ മോനെ ചോദിക്കാറുള്ളേ? മക്കള് പറഞ്ഞു. എന്താ മക്കളെ? ബൈബിളിലെ ചെറുപ്പത്തിലെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ആരെ പറ്റിയാണ് എന്നോട് പറയാനുള്ളത്?
അവരിൽ നിന്ന് ഞങ്ങൾ എന്താ പഠിക്കണ്ടേ? മോന് വേദപുസ്തകമൊക്കെ വായിക്കുവോ? വായിക്കുമല്ലേ? വേദപുസ്തകത്തില് പുതിയ നിയമവും പഴയ നിയമവും ഉണ്ടല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇടയ്ക്ക് സങ്കീർത്തനങ്ങളില്ലേ? ഉണ്ട് ഇല്ലേ? ഇതൊക്കെ മോൻ അറിയാമല്ലേ വിശുദ്ധ വേദപുസ്തകത്തില്? അപ്പൊ മോന് തന്നെ ഈ വേദപുസ്തകം വായിക്കുമ്പം അതിനകത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ല ജോലികൾ ചെയ്ത, നല്ല സേവനങ്ങൾ ഏറ്റെടുത്ത ധാരാളം പേരെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിചാരം. പറ്റത്തില്ലേ? ഒരു ഉദാഹരണം പറഞ്ഞ ദാവീദ് കേട്ടിട്ടുണ്ടോ? ദാവീദ് കേട്ടിട്ടുണ്ടോ? മോൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആളാണ് ദാവീദ് ഇല്ലേ? ഗോലിയാത്തിനെ കൊല്ലാനായിട്ട് ദൈവം നിയോഗിച്ച ആളാണ് ദാവീദ്. ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുന്ന ആ സമയം ദാവീദ് ആരായിരുന്നു? വലിയ ആളായിരുന്നു. വളരെ ചെറിയൊരു കുട്ടിയാണ് അല്ലേ? ദൈവം ദാവീദിനെ തെരഞ്ഞെടുത്തപ്പോൾ, ദാവീദിനെ തെരഞ്ഞെടുത്തിട്ട് വേറെ ആളിനോടാണ് പറയുന്നത് ദാവീദിനെ പോയി അഭിഷേകം ചെയ്യാൻ. ആ ആളുടെ പേര് അറിയാമോ? ശമൂവേൽ ഇല്ലേ? മക്കളൊരു കാര്യം ചെയ്യണം. നമ്മുടെ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം പുസ്തകമുണ്ട്, 2-ാം പുസ്തകമുണ്ട്. ഈ 2 പുസ്തകമൊക്കെ സമയം കിട്ടുമ്പോൾ വെറുതെ എടുത്തുനിന്ന് വായിച്ചു നോക്കണം. അപ്പൊ ഇവരുടെ 2 പേരുടെയും കഥ അവിടെ ഉണ്ട്. ശമൂവേല് വളരെ കുഞ്ഞായിരിക്കുമ്പോ തന്നെ ഏലിയോടൊപ്പം ദേവാലയത്തിലും ശുശ്രൂഷകനായിട്ട് മാറിയ കഥയാണ് പറയുന്നത് അല്ലേ? ദൈവവിളി അങ്ങനെ ഉണ്ടാകും. ദൈവം ഏലിയോടൊപ്പം നിൽക്കുന്ന സമയത്താണ് ആരെ വിളിച്ചത്? ശമൂവേലിനെ വിളിച്ചത്. അപ്പൊ ഏലി വിളിക്കുവാണെന്ന് വിചാരിച്ചു, പക്ഷെ വിളിച്ചത് ആരായിരുന്നു? യഹോവയായിരുന്നു. അപ്പൊ ഇനി വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു പറയണമെന്ന് ഏലി പറഞ്ഞു കൊടുത്തു. ആ കഥയൊക്കെ ഞാൻ ഈ പറഞ്ഞ പുസ്തകത്തിലുണ്ട്, മോനത് വായിക്കണം കേട്ടോ. ശമൂവേൽ അങ്ങനെ ഒരു 10-15 എത്ര വയസ്സാന്ന് ചോദിച്ചാൽ ടീനേജിന് താഴെയുള്ള പ്രായത്തിൽ തന്നെ എന്താണ് ദൈവം വിളിക്കുകയും ദൈവത്തിന്റെ വേല ചെയ്യുകയും ചെയ്യാനും തുടങ്ങി. അതുപോലെ ദാവീദ് ഈ ശമൂവേലിനോടാണ് ദൈവം പറഞ്ഞത് നീ പോയി അവനെ അഭിഷേകം ചെയ്യാനാണ്. ദാവീദിന് മൂത്തതൊക്കെ ഉണ്ട്, പക്ഷെ അവരെ ആരും വിളിച്ചില്ല. ചെറുപ്പത്തിലുള്ള കുട്ടിയെ, വളരെ ബാലനായ കുട്ടിയെ തന്നെ വിളിച്ചു. വേദപുസ്തകത്തിൽ 2 പേരുടെ കഥ പറഞ്ഞ അല്ലേ? നമ്മുടെ കർത്താവിന്റെ അമ്മയെ കുറിച്ച് മകൾ കേട്ടിട്ടുണ്ടോ? കർത്താവിന്റെ അമ്മയുടെ പേരെന്തുവാ? കന്യാമറിയാമ്മ. കന്യാമറിയാമ്മ അമ്മയുടെ ബാല്യകാലത്തെ കുറിച്ച് വേദപുസ്തകത്തിലൊന്നുമില്ല. എന്നാൽ സഭയുടെ പാരമ്പര്യം വളരെ ശക്തമായി പറയുന്നുണ്ട്. ജനിച്ച് യുവാക്കീമിനും ഹന്നയ്ക്കും ജനിച്ച് കുഞ്ഞിന് 2 വയസ്സായ സമയം മുതൽ തന്നെ ദേവാലയത്തിൽ സക്കറിയ പുരോഹിതന്റെ കൂടെ ആയിരുന്നു. മാലാഖമാരുടെ അകമ്പടിയിൽ കഴിഞ്ഞു എന്നാ പറഞ്ഞു. അവിടെ പ്രധാന ജോലികൾ ചെയ്യുമായിരുന്നു. പുരോഹിതന്റെ വസ്ത്രം തുന്നുക, പള്ളിയിലെ വിരികൾ ഉണ്ടാക്കുക. ഇതൊക്കെ ആര് ചെയ്തതാ പറയുന്ന അറിയാമോ? പാരമ്പര്യം പറയുന്നത് മറിയാം, പരിശുദ്ധ കന്യാമറിയാമ്മ ചെയ്തെന്നാ പറഞ്ഞത് ഇല്ലേ? അത് വേദപുസ്തകത്തിലാ ഞാൻ ഈ പറഞ്ഞ കഥയില്ല, പക്ഷെ കന്യാമറിയാമ്മ വേദപുസ്തകത്തിലുണ്ടല്ലോ അല്ലേ? കർത്താവിന്റെ അമ്മയല്ലേ? കർത്താവിന്റെ അമ്മ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അപ്പൊ നാച്ചുറലി കർത്താവിന്റെ അമ്മയും വളരെ ബാല്യത്തിൽ 2 വയസ്സ് മുതൽ ദേവാലയത്തിൽ പുരോഹിതന്മാരോടൊപ്പം ശുശ്രൂഷ അനുഷ്ഠിച്ച ഒരാളാണ് പരിശുദ്ധ കന്യാമറിയാം അമ്മ. അപ്പൊ എത്ര പേര് ഞാൻ പറഞ്ഞു തന്നു? കന്യാമറിയാമിനെ പറഞ്ഞു തന്നു. പിന്നെ ആരാ? ശമൂവേലിനെ പറഞ്ഞു തന്നു, ദാവീദിനെ പറഞ്ഞു തന്നു. ഇനി ഏറ്റവും വലിയ ആളുണ്ടല്ലോ, ഏറ്റവും വലിയ ആള് ആരാ? മിറിയാം. അത് പഴയ നിയമത്തിൽ മോശയുടെ കാര്യമാണ് പറയുന്നത് അല്ലേ? അതാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? മറിയാം എന്നുള്ള പേര് ഇഷ്ടം പോലെ വേദപുസ്തകത്തിലുണ്ട്. മോശയുടെ പെങ്ങളാണ് ആര്? മിറിയാം. മിറിയാം വളരെ ബാലികയായിരിക്കുന്ന സമയത്താണ് മോശയെ രക്ഷിച്ചത് അല്ലയോ? അല്ലേ? പ്രഭു കുമാരി വന്ന് പേടകത്തിൽ കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ആരെ? കുഞ്ഞ് മോശ അല്ലേ? ഈ കുഞ്ഞിന് മുല കൊടുക്കുവാനായിട്ട് ഞാൻ ആളെ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു പോയ ആളാരാ? മിറിയാം. അതാണ് ദൈവിക ദൗത്യം അല്ലേ? അപ്പൊ ദൈവിക ദൗത്യം ചെയ്തതിന് പ്രായ വ്യത്യാസമൊന്നും കാര്യമായിട്ട് ഇല്ല. ഉണ്ടോ? ഞാൻ മുമ്പേ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് അല്ലേ? നമ്മുടെ കർത്താവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്തുവാ? പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, ജ്ഞാനത്തിൽ നിറഞ്ഞു, ദൈവകൃപ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ഇതെല്ലാം നമുക്കും ബാധകമാണ്, മോനും ബാധകമാണ്, സ്റ്റീഫനും ബാധകമാണ്, അഹാനയ്ക്കും ബാധകമാണ്, എനിക്കും ബാധകമാണ് ഇല്ലേ? നമ്മൾ പരിമലത്തിൽ ഇതിനെ കുറിച്ച് പാടാറില്ലേ? ബാല്യത്തിൽ തന്നെ ദൈവത്തിനു വേണ്ടി സ്വയമർപ്പിച്ചോരെ പാടത്തില്ലയോ? പാടില്ലയോ? നമ്മളിപ്പോ ഇരിക്കുന്ന സ്ഥലം ഏതാ?
നമ്മളിപ്പൊ ഇരിക്കുന്ന സ്ഥലം ഏതാ? ഏത് ദേറായ? പാമ്പാടി. ഇത് ആരുടെ ദേറായ? ഈ പാമ്പാടി ദേറായാലെ പ്രധാനപ്പെട്ട ആളിന്റെ പേര് പറഞ്ഞേ? പാമ്പാടി തിരുമേനി അല്ലേ? ഈ കുറിയാക്കോസ് സഹതയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുറിയാക്കോസ് സഹത എത്ര വയസ്സുള്ളപ്പോഴാണ് രക്തസാക്ഷിയായത്? 3 വയസ്സുള്ളപ്പോ, ചെറിയ കുട്ടി അല്ലേ? അമ്മ യൂലിത്തിയോടൊപ്പം യേശു ക്രിസ്തുവിനെ ഏറ്റു പറഞ്ഞ് സത്യവിശ്വാസം ഉറപ്പിച്ചു പറഞ്ഞ് ആര് രക്തസാക്ഷിയായി? കുറിയാക്കോസ്. വളരെ കുഞ്ഞ് അല്ലേ? ആ കുറിയാക്കോസിന്റെ നാമം സ്വീകരിച്ച ആളാണ് നമ്മുടെ പാമ്പാടി തിരുമേനി. കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ്, പരിമലമാർ ഗ്രിഗോറിയോസും കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസും ഒക്കെ ബാലന്മാരായിരുന്നപ്പോൾ, ശിശുക്കളായിരുന്നപ്പോൾ മുതൽ എന്തുവാ സേവനത്തിന് ഇറങ്ങിയവരാണ്, ദൈവസേവനത്തിന് ഇറങ്ങിയവരാണ്, ദൈവസേവയ്ക്ക് ഇറങ്ങിയവരാണ് അല്ലേ? ആണോ അല്ലയോ? കടവിൽ പൗലോസ് മാർ ഒത്താനോസ് തിരുമേനിയ ബാലനായ കുറിയാക്കോസിനെ സഭാ ശുശ്രൂഷയിലേക്ക് വിളിച്ചുകൊണ്ട് പോയത്. ആണോ അല്ലയോ? മോൻ കേട്ടിട്ടില്ലേ കഥ? കോട്ടയം മെത്രാസനത്തിന്റെ ആദ്യത്തെ മെത്രാപ്പോലിത്ത കടവിൽ പൗലോസ് മാർ ഒത്താനോസ് തിരുമേനി പാമ്പാടി, നമ്മുടെ ഇന്നത്തെ കത്തീഡ്രലിന്റെ അവിടെ ശിശുക്കള് പശുപാലന്മാരായി പോകുമ്പോൾ, പശുപാലൻ എന്ന് പറഞ്ഞാൽ പശുക്കളെ നോക്കുന്നവരായി പോകുമ്പോൾ അവരിൽ ഒരാൾ ചെയ്യുന്ന ചില പ്രത്യേക കർമ്മങ്ങൾ കണ്ട് ആ ആളിനെ കയ്യോടെ പിടിച്ചോണ്ട് പോയി. പശുക്കൾ ചാണകം ഇട്ട കഥ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? പാമ്പാടി തിരുമേനി ബാലനായിരിക്കുമ്പോൾ അതെല്ലാം സ്വരൂപിച്ച് നല്ല കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഉത്തരവാദിത്തോടെ ചെയ്യുന്ന ചില ജോലികളൊക്കെ കണ്ടപ്പം അതിൽ ആരാകർഷിക്കപ്പെട്ടു? കടവിൽ പൗലോസ് മാർ ഒത്താനോസ് തിരുമേനി ആകർഷിക്കപ്പെട്ടു. ആണോ അല്ലയോ? അങ്ങനെ നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് പലരെ കുറിച്ചും കഥകൾ ധാരാളമുണ്ട് അല്ലേ? വേദപുസ്തകത്തിലുണ്ട്, വേദപുസ്തകത്തിന് പുറത്തുണ്ട്. കാരണം നമ്മുടെ കർത്താവ് എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഈ പറഞ്ഞവരെല്ലാവരും. ഞാനിപ്പോ ചില എക്സാമ്പിൾ എന്റെ മനസ്സിൽ വന്നത് അങ്ങ് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. മോൻ വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വേറെ ആളുകളെ കിട്ടും കേട്ടോ. മോൻ വെറുതെ ഒന്ന് നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ സഭയുടെ ചരിത്രത്തിനകത്ത് കൊണ്ട് ഇപ്പൊ മാർത്തശ്മൂനി 7 മക്കള് കേട്ടിട്ടില്ല കഥ? ആ 7 മക്കളില് ആദ്യത്തത് മൂത്തവൻ ചിലപ്പോൾ വലിയ പ്രായമുള്ളതായിരിക്കാം, ബാക്കിയുള്ള 6 താഴോട്ടുള്ളവർ നിങ്ങളെ പോലെ ആയിരിക്കും ഇല്ലേ? അവര് കർത്താവിന് വേണ്ടി ജീവിച്ചു, കർത്താവിന് വേണ്ടി മരിച്ചു. അങ്ങനല്ലേ നമ്മൾ പറയുന്നത്? ദൈവത്തിന് വേണ്ടി ജീവിച്ചു, ദൈവത്തിന് വേണ്ടി മരിച്ചു ഇല്ലേ? അപ്പം ഇഷ്ടംപോലെ കഥകൾ വിശുദ്ധ വേദപുസ്തകത്തിലും സഭയുടെ ചരിത്രത്തിലും ബാലന്മാരും യുവാക്കളും യുവതികളും ഒക്കെ സഭയെ സേവിക്കുകയും സമൂഹത്തെ സേവിക്കുകയും, നമ്മുടെ സഭയുടെ കാര്യം വിട്ടാൽ സമൂഹത്തിലുമുണ്ട്. മോൻ കേട്ട് കാണുമായിരിക്കും ഒരു പെൺകുട്ടിയുടെ കഥ, ഒരു കൊച്ചിയുടെ കഥ. അല്ല, പാകിസ്ഥാനായിരുന്നു അവരുടെ പേര്, മലാല യൂസഫ് സായി ഇല്ലേ? 15 വയസ്സ് താഴെയുള്ള കുട്ടിയാണ്. അവളാണ് സാമൂഹിക സേവനത്തിന് നോബൽ സമ്മാനം വാങ്ങിച്ചത് ഇല്ലേ? നമ്മുടെ മഹാത്മാഗാന്ധിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അവന്? നമ്മുടെ രാഷ്ട്രപിതാവ്. അവരൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിച്ചു. അവർ ക്രിസ്ത്യാനികളൊന്നും ആയിരുന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ക്രിസ്ത്യാനികളല്ലാത്തവരും അങ്ങനെ നല്ല സേവനത്തിന് വേണ്ടി ചെറുപ്പത്തിലൂടെ ഇറങ്ങുന്ന ചില കാഴ്ചകൾ ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. വേറെ സംശയം ഉണ്ടോ? ഒന്നുമില്ലല്ലേ? ആ, ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ഉപയോഗിക്കുമ്പോൾ കർത്താവിന്റെ കുഞ്ഞുങ്ങളായ ഞങ്ങൾ പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് തിരുമേനിയപ്പച്ച? കുഴഞ്ഞല്ലടി നീ ചോദിച്ച ചോദ്യം ഒരു വല്ലാത്ത ചോദ്യമാണല്ലോ. മോക്ക് മൊബൈൽ ഉണ്ടോ? സ്വന്തമായിട്ടില്ലല്ലേ? മമ്മിയുടെ മൊബൈൽ എടുത്ത് ഉപയോഗിക്കും അല്ലേ? മമ്മി അനുവദിക്കോ? സ്റ്റീഫന് മൊബൈൽ ഉണ്ടോ? സ്വന്തമായിട്ടില്ല. പപ്പ തരും അല്ലേ? വല്ലപ്പോഴും പപ്പ തരും. എപ്പോഴാ തരുന്നേ? ചോദിക്കുമ്പോഴൊക്കെ തരും ഇല്ലയോ? സ്വന്തമായിട്ടില്ല, പക്ഷെ മൊബൈലുണ്ട്. മോൾ ആ മൊബൈൽ വാങ്ങിക്കുന്നത് എന്തിനാ? റീൽസ് കാണാൻ. എന്തോ റീൽസാ? നല്ല റീൽസാണോ കാണുന്നേ? നല്ല റീൽസാണോ കാണുന്നേ? റീൽസ് ഒക്കെ ഇഷ്ടമാണോ? ആണോ? നോക്ക് നല്ലൊരു ഇഷ്ടമാണോ? മോനും ഇഷ്ടമാണോ? ആ, കൊള്ളാം.
അപ്പൊ മൊബൈൽ ഉപയോഗിക്കേണ്ടെന്ന് നമുക്ക് പറയാൻ ഇപ്പോഴത്തെ കാലത്ത് പറ്റിയല്ല. പറ്റുമോ? ഇല്ല. പറ്റിയല്ല. കാരണം എന്താ? നമ്മളിപ്പോ ജീവിക്കുന്നത് ഒരു മൊബൈൽ യുഗത്തിലാണ്, അല്ലേ? എന്റെ കുഞ്ഞുനാളില് ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ എന്തോന്ന് പോലും അറിയത്തില്ലായിരുന്നു. അന്ന് ഏറ്റവും വലിയ സാധനമായിട്ട് ഞങ്ങൾ കണ്ടിരുന്ന ഒരു റേഡിയോയാണ്. ചെറിയ റേഡിയോ, ട്രാൻസ്മിറ്റർ ഒന്നും അതിന്റെ പേര്, പോക്കറ്റ് റേഡിയോ അല്ലെങ്കിൽ ഒരു റേഡിയോ. അതിനകത്ത് ഞങ്ങൾ ആകപ്പാടെ കേൾക്കുന്നത് ആകാശവാണി, തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ വാർത്തകൾ വായിക്കുന്നത് ഇത്രയൊക്കെ ഞങ്ങൾ കേൾക്കാറുള്ളായിരുന്നു. എന്റെ കുഞ്ഞുനാളത്തെ കഥയാ. മോളിപ്പോ അങ്ങനെയാണോ? ആണോ? അല്ല. ഞാനൊക്കെ ഏകദേശം യുവാവായപ്പോഴാണ് ടി വി ഒക്കെ വന്നത്. ടി വി തന്നെ വന്നപ്പോൾ ആകപ്പാടെ ഒരു ചാനൽ മാത്രമേ ഉള്ളൂ, ദൂരദർശൻ. ഹിന്ദിയിലും മലയാളത്തിലും. മലയാളത്തിൽ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വൈകിട്ട് സന്ധ്യക്ക് 6 മണിക്കോ 7 മണിക്കോ അങ്ങോട്ടൊരു വാർത്ത, മലയാളം വാർത്ത. ബാക്കി മുഴുവൻ സമയം അതിൽ ഹിന്ദിയായിരുന്നു. രാഷ്ട്രഭാഷ ഹിന്ദിയാണല്ലോ, അവിടെ ഹിന്ദിയായിരുന്നു. പക്ഷെ ഇപ്പോഴെങ്ങനെയാ? നമുക്ക് ഇഷ്ടമുള്ള ചാനൽ ഉപയോഗിക്കാം, പറ്റത്തില്ലേ? പിന്നെ ഇപ്പം മൊബൈൽ ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നും പറഞ്ഞ ഒരു പരിപാടി ഉണ്ടല്ലോ ഇപ്പൊ, അല്ലേ? AI. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതാക്കി മാറ്റാം. അങ്ങനെയൊക്കെയുള്ള പല പരിപാടികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം ഇതൊന്നും അറിയണ്ട, കേൾക്കണ്ട, ഉപയോഗിക്കണ്ട എന്നൊന്നും പറയാൻ ഒക്കെയല്ല. പക്ഷേ മോളൊരു വാചകം പറഞ്ഞല്ലോ, ഞാൻ ദൈവത്തിന്റെ മകളാണെന്ന് പറഞ്ഞില്ലേ? ദൈവമക്കൾ എന്ന നിലയ്ക്കെന്നല്ലേ മോള് പറഞ്ഞേ, അല്ലേ? അപ്പൊ മോള് ദൈവത്തിന്റെ മകളാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ എന്തോ ആയിരിക്കും? മോള് തന്നെ പറഞ്ഞേ, ഇതൊക്കെ ഉപയോഗിക്കുമ്പം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം, അല്ലേ? നമ്മളെ തെറ്റിലും കൊണ്ടുപോവാം, ശരിയിലും കൊണ്ടുപോവാം. മൊബൈലിൽ പറ്റുമില്ലയോ? തെറ്റിലേക്ക് കൊണ്ടുപോവാം, അതേസമയം തന്നെ ശരിയിലേക്കും കൊണ്ടുപോവാം. അപ്പൊ നമ്മൾ തെറ്റിലേക്ക് പോകാതിരിക്കാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കണം. വേദപുസ്തകത്തിലെ ഈ പൗലോസ്ലീഹ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 15-ാമത്തെ വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഈ സമയം ദുഷ്കാലമാകയാൽ. വെരി ഗുഡ്. അവള് ബാക്കി പറഞ്ഞു മറുപടി ഉണ്ടായിരുന്നില്ലേ? മിടുക്കി. അപ്പം എന്നെക്കാൾ അവർക്ക് വേദപുസ്തകം നല്ലപോലെ അറിയാവുന്നൊരർത്ഥം. എന്താണ് ആദ്യം പറഞ്ഞ വാക്ക്? ഈ സമയം ദുഷ്കാലമാകയാൽ, അല്ലേ? സമയം ഭംഗിയായി ഉപയോഗിക്കണമെന്ന്, തെറ്റുകൂടാതെ ഉപയോഗിക്കണമെന്ന്, അല്ലേ? അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ഡിജിറ്റൽ യുഗത്തിലൂടെയാണ് നാം പോകുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ട്. അതേസമയം തന്നെ അത് നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ സഭയുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയൊക്കെ ഗുണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ശൈലിയെ രൂപപ്പെടുത്തണം. പൗലോസ്ലിഹ ആത്മാവിന്റെ ഫലങ്ങൾ പറയുന്നില്ലേ? ആത്മാവിന്റെ ഫലങ്ങളല്ല, ഫലം പറയുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? അത് വേദപുസ്തകത്തിൽ എവിടെയാ ആത്മാവിന്റെ ഫലം പറയുന്നത്? ഗലാത്യ ലേഖനം ഞാൻ ക്ലൂ തന്നല്ലോ, 5-ാം അധ്യായം വീണ്ടും ക്ലൂ തന്നല്ലോ, ഇല്ലേ? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാമത് ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അവിടെ ഒരു 9 പേരുകൾ പറയുന്നുണ്ട്. അതിൽ ഒരു പേരെന്തെന്ന് അറിയാമോ? ഇന്ദ്രിയ ജയം. എന്തുവാ? കൺട്രോൾ യുവർ സെൻസസ്, അല്ലേ? സെൽഫ് കൺട്രോൾ എന്നുള്ള വാക്കുണ്ടോ? സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രിക്കുക. ആ വാക്ക് വേദോസിലുള്ളതാണ് കേട്ടോ. ഇന്ദ്രിയ ജയം. നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കണം. നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ മക്കളായി മുന്നോട്ട് പോകാനായിട്ട് ഒക്കുള്ളൂ. അങ്ങനല്ലേ? ഇപ്പൊ മൊബൈൽ ഉപയോഗിക്കണം, പക്ഷെ ഉപയോഗിക്കേണ്ട സമയത്ത് മാത്രമേ ഉപയോഗിക്കാവൂ, ഉപയോഗിക്കേണ്ട രീതിയിൽ മാത്രമേ ഉപയോഗിക്കാവൂ. ഇന്ന് ഒരു നല്ല പങ്ക് ആളുകളും ഈ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്നത് നല്ല രീതിയിലല്ല എന്നുള്ളതാണ് സങ്കടകരമായ ഒരു യാഥാർത്ഥ്യം. മൊബൈലും അതുപോലെ ഈ നെറ്റും ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ വൾഗറായ രീതിയിലാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച, ഇല്ലേ? അനാവശ്യമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ, സത്യമല്ലാത്തത് പ്രചരിപ്പിക്കാൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അല്ലേ? മനുഷ്യന്റെ ജീവിതത്തെ കീഴോട്ട് മറിക്കുന്ന രീതിയിലുള്ള ശൈലികൾ രൂപപ്പെടുത്താൻ, ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന കാഴ്ച. പിന്നെ വേറെ നിങ്ങൾ കുഞ്ഞുങ്ങളായിട്ട് ഞാൻ എല്ലാ കഥകളും പറയുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇല്ലേ? അപ്പൊ നമ്മൾ അതിൽ നിന്നെല്ലാം മാറി നിൽക്കണം.
അതിൽ നിന്നെല്ലാം മാറി നിന്നിട്ട് മോള് പറഞ്ഞ വാക്കാ ഞാൻ ഈ പറഞ്ഞത്, ദൈവത്തിന്റെ മക്കളെന്ന നിലയ്ക്ക് ഞങ്ങളെങ്ങനെ, ദൈവത്തിന്റെ മക്കളെന്ന നിലയ്ക്ക് ഞങ്ങൾ അതിനെ ദൈവമക്കൾ എന്ന നിലയിൽ തന്നെ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും 15 വയസ്സ് മേലോട്ട് പോയിട്ടില്ലല്ലോ. മോളെത്രല്ല പഠിക്കുന്നേ? ഇനി 5-ല്. ഇനി 5-ലെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10 വയസ്സായില്ല. ആയി, ഇപ്പൊ 10 വയസ്സായി കാണും. മോനോടാ ഇനി 7-ലോട്ടോ. നിനക്ക് 12 വയസ്സും ആയി കാണും ഇല്ലേ? അപ്പൊ ഈ കോളേജിൽ പോകുന്ന സമയം വരെ എല്ലാം എന്ത് വേണം? പപ്പായും മമ്മിയൊക്കെ പറയുന്ന രീതിയിൽ മാത്രമേ മൊബൈല് ഉപയോഗിക്കാവൂ, ഇല്ലയോ? കാരണം നമുക്ക് എല്ലാം ഒന്നും സ്വന്തമായിട്ട് മനസ്സിലാക്കാനുള്ള ത്രാണി ആയിട്ടില്ല. അപ്പോൾ പപ്പായും മമ്മിയും ഉണ്ട്, നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ട്. അവരൊക്കെ എങ്ങനെയാണോ നമ്മളോട് പറഞ്ഞു തരുന്നത് അതനുസരിച്ച് മാത്രമേ ഈ ഡിജിറ്റൽ യുഗത്തിലൂടെ നിങ്ങൾ പോകാവൂ. മനസ്സിലായോ? രണ്ടുപേർക്കും മനസ്സിലായോ? എടുക്കരുത്, കൊള്ളാം, നല്ല കുട്ടികളാ കേട്ടോ. കൂടുന്ന സ്ക്രീൻ ടൈമിനെ കുറിച്ചും കുറയുന്ന ശ്രദ്ധാനിമിഷങ്ങളെ കുറിച്ചുമൊക്കെ സമൂഹം ഉറക്കെ ചിന്തിക്കുന്ന കാലഘട്ടമാണിത്. നമ്മുടെ തലമുറയുടെ ശ്രദ്ധയിൽ, താല്പര്യങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചുകൂടി മനഃശാസ്ത്രജ്ഞന്മാർ ചിന്തിച്ചു വരുന്നുണ്ട്. ദൈവാശ്രയത്തോടുകൂടി ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുവാൻ, പ്രാർത്ഥനയോടുകൂടി ഏറ്റവും അനുഗ്രഹകരമായി പുതിയ കാലത്തിൻ്റെ സൗകര്യങ്ങൾ വിനിയോഗിക്കുവാൻ ഒക്കെയാണ് തിരുമേനി അപ്പച്ചൻ തൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അത് നമുക്കും പാഠമായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.